Here we are going to discuss limits at infinity. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എന്താണെന്നും അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇത്. ഡെഫിനിഷൻ നോക്കാം. ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി. ഇഫ് ദ വാല്യൂസ് ഓഫ് ദി ഫംഗ്ഷൻ f of x approaches the number l as x increases without bound, we write limit x tending to plus infinity f of x equal to l. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ എക്സ് സിയിലേക്കാണ് അപ്രോച്ച് ചെയ്തിരുന്നത്. സി എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് നമ്പറിലേക്ക് അപ്രോച്ച് ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എല്ലിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. ദാറ്റ് ഈസ് എൽ ഈസ് ദ ലിമിറ്റ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഇവിടെ എക്സ് വിത്തൗട്ട് ബൗണ്ട് ഇൻക്രീസ് ചെയ്യാണ്. എക്സ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് ഇൻക്രീസ് ചെയ്തിട്ട് ഇൻഫിനിറ്റി വരെ പോവാം, പ്ലസ് ഇൻഫിനിറ്റി വരെ പോവാം. സോ വെൻ എക്സ് ഇൻക്രീസസ് ടു ഇൻഫിനിറ്റി ആൻഡ് f of x approaches some number l, then we say that limit x tending to plus infinity f of x equal to l. Similarly, x decrease ചെയ്ത് വരികയാണ്. decrease ചെയ്ത് വരികയാണെങ്കിൽ we say that limit x tending to minus infinity f of x equal to some other number. I am calling it as m. Then limit x tending to minus infinity f of x equal to m. When the functional values f of x approaches the number m as x decreases without bound. So here x decreases and here x increases. അപ്പോൾ ഇത് ഫിഗർ നോക്കിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഫിഗർ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണ്. ഇവിടെ ഒരു കർവ് തന്നിട്ടുണ്ട്, പിങ്ക് കളറിൽ കർവ് വരച്ചിട്ടുണ്ട്. എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് പോകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ ലിമിറ്റ് എൽ ആണെന്നാണ് പറഞ്ഞത്. അതായത് ഈ കർവ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ദിസ് ഈസ് ദി ലൈൻ എൽ, ഈ ഡോട്ടഡ് ലൈൻ ആണ് എൽ. സോ അതിനെ എങ്ങനെ ടച്ച് ചെയ്ത് പോകും, ഈ ഒരു രീതിയിലായിരിക്കും പോവാ. ഇന്റർസെക്ട് ചെയ്യണില്ല. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ ടു ദാറ്റ് നമ്പർ എൽ. Similarly, as x tending to minus infinity, this is the line m, dotted line. ഇവിടെയും f of x ഇതിനെ ടച്ച് ചെയ്യുന്നില്ല, but it getting closer and closer to that line m. f of x getting closer to that line m. അതാണല്ലോ നമ്മുടെ ലിമിറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. f of x എവിടേക്കാകുന്നു പോകുന്നതെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു രണ്ട് ലൈനിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു രണ്ട് ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് horizontal asymptotes. These two lines are called horizontal asymptotes. Now we have one rule, reciprocal power rules. If a and k are constants with k greater than 0 and x raised to k is deferred for all x, then limit x tending to infinity a by x raised to k is 0 and limit x tending to minus infinity a by x raised to k is again 0. അതായത് ഡിനോമിനേറ്ററിൽ എക്സിന്റെ പവർ വരികയാണ്, മുകളിൽ കോൺസ്റ്റന്റ് ആണ്. ദിസ് ഈസ് ലൈക്ക് 1 2 എക്സെട്ര. എ എന്ന് പറഞ്ഞത് 1 ആ വിചാരിക്കാം. സോ ദിസ് ഈസ് ഓഫ് ദി ഫോം ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി. അതായത് എക്സ് ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. 1 by x raised to k, I am taking it as 2. So this is like limit x tending to plus infinity 1 by x square. അപ്പോൾ നമുക്കറിയാം എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്റർ ടേം ഇൻക്രീസ് ചെയ്ത് വരികയാണ്. As x getting closer to infinity or tending to infinity, what happens to x square? x squareും ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്, ശരിയല്ലേ? x ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ x square എവിടേക്ക് പോകും? ഇൻഫിനിറ്റിക്ക് പോകും. സോ ദിസ് ഈസ് ഓഫ് ദി ഫോം 1 by infinity. അപ്പോൾ അതിന്റെ ലിമിറ്റ് എന്താണ്? 0 ആണ്. സിമിലർലി ഹിയർ ഓൾസോ ലിമിറ്റ് x tending to minus infinity ആണെങ്കിൽ നമുക്ക് ഇതേ എക്സാമ്പിൾ എടുക്കാം. 1 by x square. ഓക്കെ, 1 by x square എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ കിട്ടുക? പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോഴും 1 by infinity എന്ന് പറയുന്നത് 0 ആണ്. വേണമെങ്കിൽ നമുക്ക് ലിമിറ്റ് x tending to minus infinity 1 by x എടുക്കാം. സോ വെൻ x tending to minus infinity, this term, ഈ ടേമിന് എന്താ സംഭവിക്കുക? x മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. സോ ദിസ് ഈസ് ഓഫ് ദി ഫോം 1 by മൈനസ് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് ഓൾസോ 0. അപ്പൊ ഇത്രയും കാര്യം മാത്രം ആലോചിച്ച് വെക്കാം. മുകളിലൊരു കോൺസ്റ്റന്റ് ആണ്, എ പോലുള്ള ഒരു കോൺസ്റ്റന്റ് ആണ്. ഡിനോമിനേറ്ററിൽ എക്സിന്റെ പവർ ആണെങ്കിൽ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോയാലും എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോയാലും ലിമിറ്റ് എവിടെയായിരിക്കും പോകുന്നത്? ലിമിറ്റ് വിൽ ബി 0. ഒരു
ക്വസ്റ്റ്യൻ അവിടെ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു റിസൾട്ട് ഉണ്ട്. പ്രൊസീജിയർ ഫോർ ഇവാലുവേറ്റിംഗ് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഫംഗ്ഷന്റെ ലിമിറ്റ് കാണാൻ പഠിച്ചിരുന്നു. ആസ് എക്സ് ടെൻഡിങ് ടു സി. ഇത് എന്തായിരുന്നു? പി ഓഫ് സി ബൈ ക്യൂ ഓഫ് സി ആയിരുന്നു. ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് ഡിവൈഡ് ഈച്ച് ടേം ഇൻ എഫ് ഓഫ് എക്സ് by the highest power x raised to k that appears in the denominator of the polynomial q of x. ഡിനോമിനേറ്ററിൽ വരുന്ന q of x ലുള്ള എക്സിന്റെ ഹയസ്റ്റ് പവർ, ആ പവറിനെ കൊണ്ട് f of x നെ മൊത്തമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ന്യൂമറേറ്ററിനെ ഡിവൈഡ് ചെയ്യുക, ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യുക. സ്റ്റെപ്പ് 2 പറയുന്നത് കമ്പ്യൂട്ട് ലിമിറ്റ് x ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഓർ ലിമിറ്റ് x ടെൻഡിങ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ്. അത് ഏതാ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ അത് കാണാം. ചിലപ്പോൾ രണ്ടും ചോദിച്ചാൽ രണ്ടും കാണേണ്ടി വരും. Using algebraic properties of limits and reciprocal power rules. Reciprocal power rule ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പൊ തിയറി ഇത്രേ പറയുന്നുള്ളൂ. ഈ ഒരാളുടെ ലിമിറ്റ് കാണാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് പ്ലസ് 2 എക്സ് സ്ക്വയർ ലിമിറ്റ് കാണാൻ. ദിസ് ഈസ് ഓഫ് ദി ഫോം പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ആണ്. അപ്പൊ ക്യൂ ഓഫ് എക്സ് ഡിനോമിനേറ്ററിലുള്ള ആള് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് പ്ലസ് 2 എക്സ് സ്ക്വയർ ആണ്. അതിന്റെ ഹയസ്റ്റ് പവർ ഏതാണ്? എക്സ് സ്ക്വയർ ആണ്. സോ ത്രൂ ഔട്ട് എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ന്യൂമറേറ്ററിനെയും എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യാം. സോ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2 എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ. ഓഫ് കോഴ്സ് ഇവിടെ എന്തുണ്ട്? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ് ബൈ 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് ആണ് പ്ലസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇസ് 1. ഇനി നമുക്കറിയാം ലിമിറ്റിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു അല്ലെ? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടാണ്. സോ ദിസ് ഈസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി 1 ബൈ എക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി 2. ശരിയല്ലേ? ലിമിറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കറിയാം എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റിയിൽ 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. എക്സിന് അവിടെ റോളൊന്നുമില്ല. സോ ദിസ് ഈസ് 1 ബൈ എക്സ് സ്ക്വയറിന്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 ഫ്രം ദിസ് വൺ. ഓക്കെ, സോ ദിസ് ഈസ് 0 പ്ലസ് 1 ബൈ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ആസ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി കെക്ക് 1 കൊടുത്താൽ അല്ലെ? എ ഈക്വൽ ടു 1, കെ ഈക്വൽ ടു 1. സോ ദിസ് ഈസ് 1 ബൈ എക്സ്. സോ ലിമിറ്റ് ഓഫ് ദാറ്റ് ഈസ് ഓൾസോ 0 പ്ലസ് അഗെയിൻ കോൺസ്റ്റന്റ് വന്നു അത് തന്നെ. സോ ദ വാല്യൂ ഓഫ് ദ ലിമിറ്റ് ഈസ് 1 ബൈ 2. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 2. അപ്പൊ ഇങ്ങനെയാണ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റിയിലുള്ള ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത്. വൺ മോർ എക്സാമ്പിൾ വി ക്യാൻ ഡു. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ബൈ 3x സ്ക്വയർ മൈനസ് 5x പ്ലസ് 2. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ? ഇതിനെ പി ഓഫ് എക്സ് എന്ന് വിളിക്കുക അല്ലെ? ദിസ് ഈസ് പി ഓഫ് എക്സ് ആൻഡ് ദിസ് വൺ ഈസ് ക്യൂ ഓഫ് എക്സ്. ക്യൂ ഓഫ് എക്സിന്റെ ഹയസ്റ്റ് പവർ ഐഡന്റിഫൈ, അത് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി ഓരോ ടേമിനെയും ചെയ്യുമ്പോൾ എന്ത് വരും? 2x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 3x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് 5x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2 ബൈ എക്സ് സ്ക്വയർ. ഇനി നമുക്കറിയാം ലിമിറ്റിന്റെ പ്രോപ്പർട്ടി പ്രകാരം ലിമിറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ ദിസ് വിൽ ബിക്കം ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി. ആദ്യത്തെ എക്സ് സ്ക്വയർ ക്യാൻസൽ ആവും, 2 മാത്രം അല്ലെ? പ്ലസ് അടുത്തത് 3 യു ക്യാൻ ടേക്ക് ഔട്ട്സൈഡ് ദ ലിമിറ്റ്. അത് നമ്മൾ പഠിച്ചതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റില്. സോ ദിസ് വിൽ ബി 3x ബൈ എക്സ് സ്ക്വയർ ആയിരുന്നു. അപ്പൊ എക്സും എക്സ് സ്ക്വയറും ക്യാൻസൽ ആയി 1 ബൈ എക്സ് എന്ന് വരും. സോ ദിസ് ഈസ് 3 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു പ്ലസ് ഇൻഫിനിറ്റി 1 ബൈ എക്സ് പ്ലസ് അടുത്ത ആള് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഞാൻ പ്ലസ് ഇൻഫിനിറ്റി എന്ന് എഴുതണില്ല, കാരണം ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ പ്ലസ് ഇൻഫിനിറ്റി ആണ്. 1 ബൈ എക്സ് സ്ക്വയർ
all divided by denominator ഇതേപോലെ എഴുതി എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി 3 അല്ല എക്സ് സ്ക്വയർ ക്യാൻസൽ ആയി -5 പുറത്തെടുത്തു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി എക്സ് ബൈ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 1/x പ്ലസ് ലിമിറ്റ് 2 പുറത്തെടുക്കാം 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1/x സ്ക്വയർ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ആദ്യത്തെ ആൾ കോൺസ്റ്റന്റ് ആണ്. സോ 2 പ്ലസ് 1/x ന്റെ ലിമിറ്റ് 0 ആണ്. സോ 3 ഇൻറ്റു 0 പ്ലസ് അടുത്തത് 1/x സ്ക്വയറിന്റെ ലിമിറ്റ് 0 ആണ് ഡിവൈഡഡ് ബൈ ആദ്യത്തെ ആൾ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് 3 മൈനസ് 5 ഇൻറ്റു 1/x ന്റെ ലിമിറ്റ് 0 പ്ലസ് 2 ഇൻറ്റു 1/x സ്ക്വയറിന്റെ ലിമിറ്റ് 0. സോ ദിസ് വിൽ ഗീവ് യു 2/3. So the limit of the given question is 2/3. അപ്പൊ ഇത്രയ്ക്ക് എളുപ്പമാണ് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി കാണാൻ. Now you have one more definition, infinite limits. We say that limit x tending to c f of x is infinite limit if f of x increases or decreases without bound as x tending to c, and we write that as limit x tending to c f of x equal to plus infinity or limit x tending to c f of x equal to minus infinity. ആദ്യത്തെ കേസിൽ എക്സ് സിയിലേക്ക് ടെൻഡ് ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഇതൊരു നമ്പർ എല്ലിലേക്ക് അല്ല പോകുന്നത്, ഇങ്ങനെ ഒരു നമ്പറിലേക്ക് പോകുന്നില്ല, ഇത് ഇൻക്രീസ് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഈ ഒരു കേസിൽ എഫ് ഓഫ് എക്സ് എം എന്ന് പറഞ്ഞ ഒരു നമ്പറിലേക്കോ അല്ലെങ്കിൽ എൽ എന്ന് പറഞ്ഞ നമ്പറിലേക്കോ ഒന്നും പോകുന്നില്ല. എവിടേക്കാണ് പോകുന്നത്? മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. ഈ കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് ഇൻഫിനിറ്റ് ആണെന്ന്, അതായത് ഇൻഫിനിറ്റ് ലിമിറ്റ് ആണെന്ന്. ആദ്യം പഠിച്ച ഡെഫിനിഷൻ എന്തായിരുന്നു? ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്. ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി. ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത്? എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഓർ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സിന് ഒരു വാല്യൂ ഉണ്ട്, ദാറ്റ് ഈസ് എൽ ഓർ എം ലൈക്ക് ദാറ്റ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ? എക്സ് ഫൈനൈറ്റ് നമ്പറിലേക്ക് തന്നെയാണ് പോകുന്നത്. എക്സ് സിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് എക്സ് എവിടേക്കാണ് പോകുന്നത്? എഫ് ഓഫ് എക്സ് ഈസ് ഗോയിങ് ടുവേർഡ്സ് പ്ലസ് ഇൻഫിനിറ്റി ഓർ ഓർ മൈനസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഗ്രാഫ് ഇങ്ങനെ കണ്ടിരുന്നു. ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഇങ്ങനെ ഒരു ഗ്രാഫ് ഓർക്കുന്നുണ്ടാവും. സോ ദിസ് ഈസ് സി. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ആസ് എക്സ് ടെൻഡിങ് ടു സി റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് വരുമ്പോഴും ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലേക്കാണ് പോയത്. സി ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുമ്പോഴും ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലേക്കാണ് പോയത്. അതൊക്കെയാണ് നമ്മൾ എന്ത് പറയാ? ഇൻഫിനിറ്റ് ലിമിറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റിയും ഇൻഫിനിറ്റ് ലിമിറ്റിനെയും പറ്റി പറയാനുള്ളത്.